2026 മാർച്ച് 18 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. തമിഴ് നടൻ അജിത് കുമാറിൻ്റെ റേസിംഗ് ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ഡോക്യുമെൻ്ററി ഗ്ലാഡിയേറ്റർ. ഗ്ലാഡിയേറ്ററാണ് തമിഴ് നടൻ അജിത് കുമാറിൻ്റെ റേസിംഗ് ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ഡോക്യുമെൻ്ററി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ നൊവാഡോ ഓജസ് ഡെൽ സലാഡോ കീഴടക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത അർപ്പിത പത്രയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ നൊവാഡോ ഓജസ് ഡെൽ സലാഡോ കീഴടക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമാണ് നൊവാഡോ ഓജസ് ഡെൽ സലാഡോ. അത് കീഴടക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് അർപ്പിത പത്ര. 2026 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് മെഡൽ ടാലിയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യയാണ് 2026 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് മെഡൽ ടാലിയിൽ ഒന്നാമതുള്ള രാജ്യം. ഇതിൽ രണ്ടാം സ്ഥാനം നേടിയത് റഷ്യയാണ്. ഒന്നാം സ്ഥാനം ഇന്ത്യക്കും രണ്ടാം സ്ഥാനം റഷ്യയ്ക്കാണ്. ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 2026 ലോക പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സ് മെഡൽ ടാലിയിൽ ഒന്നാമതുള്ള രാജ്യം ഇന്ത്യയും രണ്ടാം സ്ഥാനം റഷ്യയ്ക്കുമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം IIT കാൺപൂരുമായി ചേർന്ന് പുറത്തിറക്കിയ സൗജന്യ മൊബൈൽ ആപ്പ് സാത്തി എന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം IIT കാൺപൂരുമായി ചേർന്ന് പുറത്തിറക്കിയ സൗജന്യ മൊബൈൽ ആപ്പ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കോച്ചിംഗ് ക്ലാസ്സുകളിൽ പോയി പരിശീലനം നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുക എന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കോച്ചിംഗ് ക്ലാസ്സുകളിൽ പോയി പരിശീലനം നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനാണ് സാത്തി എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്. ഇതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാം. അപ്പോൾ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം IIT കാൺപൂരുമായി ചേർന്ന് പുറത്തിറക്കിയ സൗജന്യ മൊബൈൽ ആപ്പാണ് സാത്തി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കോച്ചിംഗ് ക്ലാസ്സുകളിൽ പോയി പരിശീലനം നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാംസ് എന്നതാണ്. മമ്മൂട്ടി, നാദസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ, വാസ്കുലാർ സർജൻ ഡോക്ടർ N രാധാകൃഷ്ണൻ എന്നിവർക്ക് അടുത്തിടെ ഓണററി ഡോക്ടറേറ്റ് നൽകിയ സർവകലാശാല MG സർവകലാശാലയാണ് അടുത്തിടെ മമ്മൂട്ടിക്കും നാദസ്വര വിദ്വാനായ തിരുവിഴ ജയശങ്കറിനും വാസ്കുലർ സർജനായ ഡോക്ടർ N രാധാകൃഷ്ണനും ഓണററി ഡോക്ടറേറ്റ് നൽകിയത്. ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യവുമായി ചേർന്നാണ് ചരിത്ര പ്രസിദ്ധമായ പ്രാമ്പനൻ ക്ഷേത്ര സമുച്ചയം പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചത്? ഇന്തോനേഷ്യയുമായി ചേർന്നാണ് ഇന്ത്യ അടുത്തിടെ ചരിത്രപ്രസിദ്ധമായ പ്രാമ്പനൻ ക്ഷേത്ര സമുച്ചയം പുനരുദ്ധരിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്ര സമുച്ചയമായ പ്രാമ്പനൻ സ്ഥിതി ചെയ്യുന്നത് തെക്കൻ ജാവയിലെ യോഗ്യകർത്തയ്ക്ക് സമീപമാണ്. അസമിലെ മാനസ് ദേശീയോദ്യാനത്തിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യത്തിന് ഏത് പ്രശസ്ത ആസാമീസ് ഗായകൻ്റെ പേരാണ് നൽകിയത്? സൂബിൻ ഗാർഗ് എന്നതാണ് ആസാമിലെ മാനസ് ദേശീയോദ്യാനത്തിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ പുതിയ സസ്യത്തിന് നൽകിയ പേര്. മാതംഗലീല എന്ന നോവൽ രചിച്ചത് സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ നോവലാണ് മാതംഗലീല. സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ആദ്യ നോവലാണ് മാതംഗലീല. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ കലിഞ്ചർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്. അപ്പോൾ കലിഞ്ചർ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. ഇത് വാർത്താ പ്രാധാന്യം നേടാൻ കാരണമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ബന്ദയിലെ കലിഞ്ചർ കോട്ടയെ ചുറ്റിപ്പറ്റിയുള്ള കുന്നിൻ പ്രദേശത്തെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ ഔദ്യോഗികമായി ദേശീയ ഭൂപൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചിരുന്നു. അതാണ് വാർത്താ പ്രാധാന്യം നേടാൻ കാരണം. വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിതമായത് എവിടെയാണ്? ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിതമായത്. ഇത് വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപിതമായത്. അപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള വായുമലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിതമായത് ഡൽഹിയിലാണ്. ഇത്രയുമാണ് 2026 മാർച്ച് 18 പ്രധാനപ്പെട്ട ആനുകാലിക സംബന്ധമായ വിവരങ്ങൾ.